നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമ്മൾ പലതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ദിവസം കഴിക്കേണ്ട ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പലർക്കും മടിയാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ് ബാറാക്കിയിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ബാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ബാർ ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് ആണ് നമ്മുടെ ബേസായിട്ട് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് ഡേറ്റ്സ് ഉണ്ട്. ഞാൻ കുരുകളഞ്ഞ് മാറ്റി വെച്ചതാണ്. ഒരു 25 ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കുരുകളഞ്ഞ് ഇതുപോലെ മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുക്കാം. ഇനി വേണ്ടത് നാളികേരം. കൊപ്ര കിട്ടുമെങ്കിൽ കൊപ്ര യൂസ് ചെയ്യാം. 1 കപ്പ് ഡേറ്റ്സിൻ്റെ അതേ അളവിൽ തന്നെ കൊപ്ര യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കൊപ്ര ഇല്ലാത്തത് കൊണ്ട് നാളികേരം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബദാം ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ട്, അതായത് ഒരു 20 എണ്ണം. പിന്നെ ഉള്ളത് റേസിൻസ്, അതായത് ഉണക്കമുന്തിരി, അതും 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വറുത്ത് വെച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എള്ള് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, കറുത്തെള്ളാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡേറ്റ്സ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. ഡേറ്റ്സ് അടിച്ച് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്നത് വരെ ആക്കണം. കണ്ടില്ലേ, നന്നായി യോജിച്ച് ഒരു മാസമാക്കി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ ബാക്കി എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഞാനൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ബദാം ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുക്കണ്ട, ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം. നാളികേരം നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചതാണ്, അപ്പോൾ നാളികേരം ചേർക്കണ്ട, ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചിട്ടില്ല, എന്നാൽ ഒരുവിധം പൊടിച്ചിട്ടുമുണ്ട്. ചെറുതായിട്ട് ഒരു തരിതരിപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇത് പൊടിച്ചെടുത്തതും നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ്. അപ്പോൾ കൊപ്ര ആണ് എടുക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാളികേരം ആയതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ മോയ്സ്ചർ നന്നായിട്ട് പോയി വരണം, അല്ലെങ്കിൽ ബാറ് പെട്ടെന്ന് കേടാവും. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായി ബ്രൗൺ കളറായി വരട്ടെ. ഇതിൻ്റെ ആ മോയ്സ്ചറൊക്കെ നന്നായിട്ടൊന്ന് പോയി വരണം. ഇതിപ്പോൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. കൊപ്രയാണെങ്കിൽ നിങ്ങൾ ഇത്ര ഡ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ നാളികേരം ആയതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണേ. ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട് നെയ്യ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണയെങ്കിൽ ബാറിന് ഇത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. നെയ്യ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ദേസി ഗീ അല്ലെങ്കിൽ A2 ഗീ, നാടൻ പശുവിൻ്റെ നെയ്യ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ സാധാരണ നെയ്യിനേക്കാളും കുറച്ചധികം വില കൂടുതലാണ്. അല്ലാണ്ടായി പോയാൽ നമ്മൾ ഇനിയും ബാക്കിയുള്ളത് കൂടി റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നന്നായി കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയാൽ മതി, ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള കളറ്. അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചറൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കാഷ്യൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി വറുത്തതാണ് ഞാൻ ചേർത്തത്.
അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. എള്ള് കറുത്ത എള്ളായാലും കുഴപ്പമില്ല. കരിഞ്ജീരകം കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ. അപ്പോൾ അതും വേണമെങ്കിൽ ചേർത്ത് ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏലക്കാപ്പൊടി വേണ്ടവർക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനൊരു മടിയുള്ളവരാണ് കൂടുതൽ പേരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നമ്മൾ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്ത് വെച്ചാൽ ഓരോ ദിവസം ഓരോ ബാറായിട്ട് കഴിച്ചാലും മതി, ഓരോ പീസായിട്ട് കഴിച്ചാലും മതി. ആ ദിവസത്തേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആവും. കുട്ടികൾ ഡേറ്റ്സ് കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്താൽ കഴിച്ചോളും. അപ്പം എൻ്റെ മോനൊക്കെ ഡേറ്റ്സ് കഴിക്കാത്ത ആളാണ്. പക്ഷെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ കഴിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ് ആണ്. നമ്മൾ അടിച്ച് മാറ്റി വെച്ച ഡേറ്റ്സ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യാണ് നല്ലത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡേറ്റ്സ് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാത്തിലേക്കും. ഡേറ്റ്സ് എല്ലാത്തിലേക്കും ഒന്ന് മിക്സായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എത്ര എടുത്താലും ബാറാക്കി വരുമ്പോൾ കുറച്ചേ ഇട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. 1 കപ്പ് എടുത്താലാണ് ഇത്തിരിയെങ്കിലും ഉണ്ടാവുക ഡേറ്റ്സ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ബാറാക്കി എടുക്കണം എന്നില്ല. ലഡു ആക്കി എടുക്കേണ്ടവർക്ക് ലഡു ആക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി നെയ്യ് പുരട്ടി വെച്ചതാണ് ചപ്പാത്തി പലകയിൽ. അതുപോലെ റോളിംഗ് പിന്നിലും നെയ്യ് പുരട്ടി വെക്കണം. ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ലഡു ആക്കി എടുക്കുന്നവരാണെങ്കിൽ ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ മുമ്പ് ഡേറ്റ്സ് വെച്ചിട്ട് ഡേറ്റ്സ് റോള് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുന്നത് പോലെ. അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഇതുപോലെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നവർക്ക് താഴെ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇത് ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ റോളിങ് പിന്നുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കാം. അതൊക്കെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ്സൊക്കെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഞാനൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കണ്ട, നന്നായി ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിരുന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ പീസസായിട്ട് എടുക്കാവുന്നതാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഒരു പീസ് എടുത്തിട്ട്. ഞാനിത് ചൂടാറി വന്നപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ചെറുതാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയ ബാറാക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ദിവസം കേടാവാതെ ഇരുന്നോളും നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ. പിന്നെ നമ്മളിതിപ്പോൾ അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്കിയാൽ അവരും കഴിച്ചോളും. നാളികേരം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.